ജീവിതത്തിൽ വിജയം നേടാൻ ഏകാഗ്രതയും അച്ചടക്കവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ. നാം ചുറ്റും നോക്കിയാൽ വിജയിച്ച എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേകതയുണ്ടെന്ന് കാണാം. അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ച് നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ മിക്ക ആളുകൾക്കും വിജയത്തിന്റെ കൊടുമുടിയിലെത്താൻ കഴിയുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ക്ഷമ നശിക്കുന്നു, എളുപ്പത്തിൽ ശ്രദ്ധ പതറുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ തോൽവി സമ്മതിക്കുന്നു. നമ്മളിൽ പലരും ഏതൊരു പുതിയ കാര്യവും വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയുമാണ് തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ പതറാൻ തുടങ്ങും. നമ്മൾ വേഗത്തിൽ നിരാശരാകുകയും ആ ജോലി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിലേക്കുള്ള പ്രക്രിയയെ അവഗണിക്കുകയും ചെയ്യുന്നു. തോമസ് എം. സ്റ്റെർണറുടെ പ്രശസ്തമായ പുസ്തകമായ ദ പ്രാക്ടീസിംഗ് മൈൻഡ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഏതൊരു നൈപുണ്യത്തിലും ലക്ഷ്യത്തിലും പ്രാവീണ്യം നേടണമെങ്കിൽ ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക ഉപേക്ഷിച്ച് നമ്മൾ ആ പ്രക്രിയയിൽ പൂർണ്ണമായും മുഴുകണം. യാതൊരു തിരക്കുമില്ലാതെ ക്ഷമയോടെ ഓരോ ദിവസവും നമ്മൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ വിജയം താനെ നമ്മെ തേടിയെത്തും. മിക്കവരും എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കുമ്പോൾ, അത് ചിത്രരചനയാകട്ടെ, പുതിയ ഭാഷ പഠിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ പഠനത്തിൽ നല്ല മാർക്ക് നേടുന്നതാകട്ടെ, പെട്ടെന്ന് തന്നെ വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തിലും വിജയം നേടാൻ നിരന്തരമായ പരിശീലനവും അച്ചടക്കവും ആവശ്യമാണ്. ഇത് മനസ്സിലാക്കുന്നവർ ജീവിതത്തിൽ മുന്നേറുന്നു. ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ പാതി വഴിയിൽ തോൽവി സമ്മതിക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ശ്രദ്ധ തിരിഞ്ഞുപോകുന്നതാണ്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, അനന്തമായ വിനോദോപാധികൾ എന്നിവ നമ്മുടെ ശ്രദ്ധയെ വല്ലാതെ ചിതറിക്കുന്നു. പഠിക്കുമ്പോഴോ, പുതിയൊരു കഴിവ് പഠിക്കുമ്പോഴോ, കരിയറിനായി കഠിനാധ്വാനം ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സ് എപ്പോഴും മറ്റെവിടേക്കോ ഓടിപ്പോകുന്നു. കൂടാതെ നമ്മുടെ അക്ഷമയും പെട്ടെന്ന് ഫലം കിട്ടണമെന്ന ആഗ്രഹവും നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്നു. നമ്മളൊരു വലിയ ലക്ഷ്യം വയ്ക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിജയം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ നിരാശരും ഹതാശരുമാകുന്നു. എന്നാൽ സത്യമിതാണ്, ഓരോ വലിയ വിജയത്തിന് പിന്നിലും നീണ്ട ഒരു പ്രക്രിയയുണ്ട്. അതിൽ അച്ചടക്കവും സ്ഥിരതയുമാണ് ഏറ്റവും പ്രധാനം. ദ പ്രാക്ടീസിംഗ് മൈൻഡ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജോലിയെ ഒരു തപസ്സായി കാണാനും ഓരോ ദിവസവും നമ്മെ തന്നെ മെച്ചപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധിക്കാനും കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുമെന്നും സമ്മർദ്ദമില്ലാതെ ലക്ഷ്യത്തിലെത്താമെന്നുമാണ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും പ്രക്രിയയിലായിരിക്കണം, ഫലത്തിലല്ല എന്ന് ഈ പുസ്തകം പറയുന്നു. ഈ ചിന്താഗതി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുക മാത്രമല്ല, മാനസികമായി കൂടുതൽ സന്തുലിതവും സന്തോഷകരവുമായ ഒരവസ്ഥയിൽ നമ്മൾ എത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വലിയ ലക്ഷ്യവും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് കരിയറിലെ വിജയമോ, പഠനത്തിൽ ഒന്നാമതെത്തുന്നതോ, പുതിയൊരു കഴിവ് പഠിക്കുന്നതോ, മാനസികവും ശാരീരികവുമായി സ്വയം ശക്തിപ്പെടുത്തുന്നതോ ആകട്ടെ, നിങ്ങൾ ഏകാഗ്രതയും അച്ചടക്കവും ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ഇത് എളുപ്പമല്ല, എന്നാൽ അസാധ്യവുമല്ല. നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒന്നിനും നിങ്ങളുടെ വിജയത്തെ തടയാനാകില്ല. ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്നും എല്ലാ ദിവസവും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാമെന്നും ചിന്തകളെ അച്ചടക്കമുള്ളതാക്കാമെന്നും വിജയയാത്ര ആസ്വദിക്കാമെന്നും നാം മനസ്സിലാക്കും. നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഒരു പുതിയ യാത്ര ആരംഭിക്കുക. നിങ്ങൾക്ക് വിജയം മാത്രമല്ല, ആന്തരിക സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു യാത്ര. അധ്യായം 1. പ്രാക്ടീസിംഗ് മൈൻഡ് മനസ്സിലാക്കാം. എന്താണ് പ്രാക്ടീസിംഗ് മൈൻഡ്? അതെന്തുകൊണ്ട് ആവശ്യമാണ്? മഹാനായ ഒരു സംഗീതജ്ഞനോ, കായികതാരമോ, എഴുത്തുകാരനോ, അല്ലെങ്കിൽ ഏതൊരു രംഗത്തും വിജയിച്ചവരോ ഇത്ര എളുപ്പത്തിലും പൂർണ്ണതയോടെയും എങ്ങനെയാണ് തങ്ങളുടെ ജോലി ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ വിജയത്തിന്റെ രഹസ്യം അവരുടെ കഴിവ് മാത്രമല്ല, മറിച്ച് നിരന്തരമായ പരിശീലനവും ക്ഷമയോടെയുള്ള ചിന്താഗതിയുമാണ്. പ്രാക്ടീസിംഗ് മൈൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായും മുഴുകുക എന്നതാണ്. യാതൊരു തിരക്കുമില്ലാതെ ഓരോ ചെറിയ ചുവടുവെപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക മാറ്റിവെച്ച് പ്രക്രിയ ആസ്വദിക്കുക. നിങ്ങൾ ഈ ചിന്താഗതി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും, നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കും, കൂടുതൽ ആത്മവിശ്വാസത്തോടും ക്ഷമയോടും കൂടി നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പുതിയ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അക്ഷമരാകാറുണ്ടെന്ന് കാണാം. നമുക്ക് ഉടനടി ഫലം കിട്ടണം. ഉദാഹരണത്തിന്, നിങ്ങൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണെന്ന് കരുതുക. ആദ്യത്തെ ദിവസം വിരലുകൾ ശരിയായ സ്ഥലത്ത് വയ്ക്കാൻ നിങ്ങൾ പാടുപെടുന്നു. രണ്ടാമത്തെ ദിവസം താളം പിടിക്കാൻ ബുദ്ധിമുട്ടുന്നു. മൂന്നാമത്തെ ദിവസം ഇതൊരിക്കലും പഠിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഈ അക്ഷമ കാരണമാണ് മിക്ക ആളുകളും പാതിവഴിയിൽ പിന്മാറുന്നത്. എന്നാൽ ക്രമാനുഗതമായ നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഏതൊരു കഴിവും വികസിക്കുകയുള്ളൂ എന്നതാണ് സത്യം. ഈ ചിന്താഗതി സ്വീകരിക്കുന്നവർ പ്രക്രിയ ആസ്വദിക്കുകയും യാതൊരു തിരക്കുമില്ലാതെ എല്ലാ ദിവസവും അല്പാൽപമായി പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ ചിന്താഗതിയാണ് അവരെ മഹത്താക്കുന്നത്. ഇന്നത്തെ ലോകത്ത് ഭൂരിഭാഗം ആളുകളും ഫലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചിന്താഗതിക്കാരാണ്. പെട്ടെന്ന് ഒരു ഫലം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്തും ചെയ്യുന്നത്. എന്നാൽ ഈ ചിന്ത നമ്മെ മാനസികമായി തളർത്തുന്നു, സമ്മർദ്ദം നൽകുന്നു, വിജയത്തിലേക്കുള്ള വഴിയിലെ ഏറ്റവും വലിയ തടസ്സമായി മാറുന്നു. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി പരീക്ഷയിലെ മാർക്കിനെക്കുറിച്ച് മാത്രം ആശങ്കപ്പെടുകയും പഠനപ്രക്രിയ ആസ്വദിക്കാതിരിക്കുകയും ചെയ്താൽ പഠനം അവന് ഒരു ഭാരമായി മാറുന്നു.
നേരെ മറിച്ച് പ്രക്രിയയിൽ കേന്ദ്രീകരിക്കുന്നവർ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നില്ല, മറിച്ച് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തുന്നതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ശരിയായ രീതിയിൽ പരിശീലിച്ചാൽ വിജയം ഉറപ്പാണെന്ന് അവർക്കറിയാം. ഈ ചിന്താഗതി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദം കുറയുന്നു, ഓരോ ദിവസവും നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, ഏത് ജോലിയും കൂടുതൽ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഒരു കളിയിൽ മികവ് പുലർത്തണമെങ്കിൽ എപ്പോൾ ചാമ്പ്യനാകും എന്ന് ചിന്തിക്കാതെ ഓരോ ദിവസവും നിങ്ങളുടെ ഷോട്ടുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിൽ എത്ര വേഗത്തിൽ ഒഴുക്കോടെ സംസാരിക്കാനാകും എന്നതിലല്ല, മറിച്ച് ഇന്ന് എത്ര പുതിയ വാക്കുകൾ പഠിച്ചു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫലത്തിൽ നിന്ന് മാറ്റി പ്രക്രിയയിലേക്ക് നിങ്ങളുടെ ചിന്തയെ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ യാത്ര എളുപ്പമാവുക മാത്രമല്ല, ആസ്വാദ്യകരമാവുകയും ചെയ്യും. നമ്മൾ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് അപൂർണത അനുഭവപ്പെടുന്നു. ലക്ഷ്യത്തിലെത്തുന്നതുവരെ നമ്മൾ പരാജയപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ ഈ മാനസികാവസ്ഥ നമ്മെ തളർത്തുകയും നിരാശരാക്കുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പെട്ടെന്ന് ഓടാൻ കഴിയില്ലെന്ന് കരുതി ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് നിർത്തിയാൽ അവൻ എപ്പോഴെങ്കിലും നടക്കാൻ കഴിയുമോ? നമ്മൾ പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് രണ്ട് വലിയ ഗുണങ്ങളുണ്ട്. ഒന്ന്, സമ്മർദ്ദവും നിരാശയും കുറയുന്നു. എല്ലാ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നതിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിക്കുകയും അനാവശ്യമായ ഉത്കണ്ഠകളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നു. രണ്ട്, നമ്മുടെ വളർച്ച വേഗത്തിലാകുന്നു. തിരക്കില്ലാതെ നിരന്തരം പരിശീലിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ പതുക്കെ വികസിക്കുകയും ലക്ഷ്യം മികച്ച രീതിയിൽ നേടുകയും ചെയ്യുന്നു. പ്രാക്ടീസിംഗ് മൈൻഡ് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ക്ഷമയോടും അച്ചടക്കത്തോടും കൂടി നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നതാണ്. ഇതിനർത്ഥം ലക്ഷ്യം മറക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ മുഴുവൻ ഊർജ്ജവും ശരിയായ ദിശയിൽ വിനിയോഗിക്കുകയും യാത്ര പൂർണ്ണമായി ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രക്രിയയിൽ ശ്രദ്ധിക്കാൻ പഠിക്കുമ്പോൾ ലക്ഷ്യം വേഗത്തിൽ നേടുക മാത്രമല്ല, ജീവിതം കൂടുതൽ സന്തുലിതവും സന്തോഷകരവുമാകുന്നു. അതിനാൽ അടുത്ത തവണ എന്തെങ്കിലും പുതിയ കഴിവ് പഠിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ വെറും ഫലത്തിന് പിന്നാലെയാണോ ഓടുന്നത്, അതോ ഈ പ്രക്രിയ മുഴുവനായി ഉൾക്കൊണ്ട് ആസ്വദിക്കാൻ ഞാൻ തയ്യാറാണോ? അതെ, ഞാൻ പ്രക്രിയ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാണ് ഉത്തരമെങ്കിൽ വിജയത്തിലേക്കുള്ള ശരിയായ പാതയിലാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. അധ്യായം 2. വർത്തമാനത്തിൽ സജീവമായി നിൽക്കാനുള്ള കല. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും മറ്റെവിടേക്കെങ്കിലും അലഞ്ഞുതിരിയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിക്കാൻ പുസ്തകം തുറക്കുന്നു, എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഫോൺ നോക്കാൻ തോന്നുന്നു. പുതിയ എന്തെങ്കിലും പഠിക്കുമ്പോഴും പെട്ടെന്ന് ശ്രദ്ധ മാറുന്നു. നമ്മളിൽ മിക്കവരും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായും സന്നിഹിതരായിരിക്കില്ല. നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിൽ നഷ്ടപ്പെട്ടിരിക്കും. എന്നാൽ പൂർണ്ണമായും വർത്തമാനകാലത്ത് ജീവിക്കുകയും ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ മനസ്സോടെ മുഴുകുകയും ചെയ്യുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും പൂർണ്ണമായും സന്നിഹിതരായാൽ നമ്മുടെ അച്ചടക്കവും ഏകാഗ്രതയും ആത്മവിശ്വാസവും പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. വർത്തമാന നിമിഷം പൂർണ്ണമായി അനുഭവിക്കുകയും അതിൽ സന്നിഹിതനാവുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് നമ്മുടെ അച്ചടക്കവുമായി നേരിട്ട് ബന്ധമുണ്ട്. യാതൊരു ശ്രദ്ധാശൈഥില്യവുമില്ലാതെ പൂർണ്ണ മനസ്സോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പരിശീലനം മികച്ചതാകുന്നു. നമ്മൾ വേഗത്തിൽ പഠിക്കുകയും കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്നത്. 1. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഞാൻ വിജയിക്കുമോ? പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? ഇത് പഠിക്കാൻ എത്ര ദിവസമെടുക്കും? ഇത്തരം ചിന്തകൾ അനാവശ്യമായി സമ്മർദ്ദം ഉണ്ടാക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതാക്കുകയും ചെയ്യുന്നു. 2. ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ. മുൻപും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇത്തവണയും അങ്ങനെ സംഭവിക്കാം. ഭൂതകാലത്തെ പരാജയങ്ങളിലും അനുഭവങ്ങളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് വർത്തമാനത്തിൽ ജീവിക്കാൻ കഴിയില്ല. 3. ചുറ്റുപാടുകളിൽ നിന്നുള്ള ശ്രദ്ധാശൈഥില്യം. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, TV, ബഹളങ്ങൾ എന്നിവ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളിൽ പൂർണ്ണമായി ഉൾപ്പെടുമ്പോൾ നമ്മുടെ കാര്യക്ഷമത പല മടങ്ങ് വർദ്ധിക്കുന്നു. വർത്തമാനകാലത്ത് തുടരാൻ സഹായിക്കുന്ന ചില ലളിതവും ഫലപ്രദവുമായ സാങ്കേതിക വിദ്യകൾ ഇതാ. 1. സാവധാനം ചെയ്യുക, ആഴത്തിൽ ചെയ്യുക. ഒരു ജോലി തുടങ്ങുന്നതിന് മുൻപ് ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുക. ഏത് കാര്യവും സാവധാനത്തിലും ശ്രദ്ധയോടും കൂടി ചെയ്യുക. തിരക്കൊഴിവാക്കി ഓരോ നിമിഷവും അനുഭവിക്കുക. 2. ഇപ്പോൾ ഇവിടെ എന്ന മന്ത്രം സ്വീകരിക്കുക. മനസ്സലയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ ശരീരത്തിലും ശ്വാസത്തിലും ഇന്ദ്രിയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിമിഷമാണ് ഏറ്റവും പ്രധാനമെന്നും ഇതിലാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നതെന്നും അംഗീകരിക്കുക. 3. ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ അകറ്റി നിർത്തുക. 4. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്രദ്ധ മാറുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുകയും ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. 5. മനസ്സിന് നിർദ്ദേശം നൽകുക. മനസ്സ് കാടുകയറുമ്പോൾ നിൽക്കൂ, ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കൂ എന്ന് സ്വയം പറയുക. ഇനി ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ചില വ്യായാമങ്ങൾ നോക്കാം. ധ്യാനം പരിശീലിക്കുക. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ കണ്ണുകളടച്ചിരിക്കുകയും
ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക. 5, 4, 3, 2, 1 സാങ്കേതികവിദ്യ സ്വീകരിക്കുക. ശ്രദ്ധ മാറുമ്പോൾ ചുറ്റുമുള്ള 5 കാര്യങ്ങൾ നോക്കുക, 4 കാര്യങ്ങൾ തൊട്ടറിയുക, 3 കാര്യങ്ങൾ കേൾക്കുക, 2 കാര്യങ്ങൾ മണക്കുക, 1 കാര്യം രുചിക്കുക. ചെറിയ നേട്ടങ്ങളിൽ ശ്രദ്ധിക്കുക. ദിവസേനയുള്ള ചെറിയ പുരോഗതികളിൽ ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ഉപവാസം ചെയ്യുക. ദിവസത്തിൽ കുറച്ചു സമയം ഫോണും മറ്റുപകരണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളും പൂർണ്ണ മനസ്സോടെ ചെയ്യുക. ഇന്നു മുതൽ തന്നെ ഈ തീരുമാനമെടുക്കുക. ഞാൻ ഓരോ നിമിഷത്തിലും പൂർണ്ണമായി സന്നിഹിതനായിരിക്കും. എന്റെ ഓരോ പ്രവൃത്തിയും 100% ശ്രദ്ധയോടും അർപ്പണബോധത്തോടും കൂടി ചെയ്യും. അധ്യായം 3. പ്രക്രിയയും ഫലവും തമ്മിലുള്ള വ്യത്യാസം. പുരോഗതിയുടെ രഹസ്യം. ഏതൊരു മേഖലയിലും വിജയിക്കാൻ ഫലത്തിലല്ല, പ്രക്രിയയിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്ന് വിജയം കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കുമ്പോൾ ഹതാശരാകുകയും പിന്മാറുകയും ചെയ്യുന്നു. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം പ്രക്രിയയെ ഉൾക്കൊള്ളുന്നതിലാണെന്നാണ്. ഫലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിരാശയ്ക്കും ക്ഷീണത്തിനും കാരണമാകുന്നത് എന്തുകൊണ്ട്? ഏതൊരു കാര്യത്തിലും വൈദഗ്ധ്യം നേടണമെങ്കിൽ ഫലമെന്നത് ഒരു മന്ദഗതിയിലുള്ള പ്രക്രിയയാണെന്നും തിടുക്കം നിരാശ മാത്രമേ ഉണ്ടാക്കൂ എന്നും മനസ്സിലാക്കണം. ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യാനും അതുവഴി ആത്മവിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകുന്നു. ഫലത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ചെറിയ പരാജയങ്ങൾ പോലും വലുതായി തോന്നും. വിജയത്തിനായി ലക്ഷ്യങ്ങളെ ചെറിയ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളായി തിരിക്കുക. വലിയ നേട്ടത്തിനു പകരം ചെറിയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തലച്ചോറിന് സമ്മർദ്ദം കുറയുന്നു. ഓരോ ചെറിയ ലക്ഷ്യവും പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസം ലഭിക്കുന്നു. ദിവസവും 1% മെച്ചപ്പെട്ടാൽ 1 വർഷത്തിനുശേഷം നിങ്ങൾ 37 മടങ്ങ് മികച്ചവരാകും. റോജർ ഫെഡറർ ടെന്നീസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ലോക 1-ാം നമ്പറാകുമെന്ന് ചിന്തിച്ചില്ല. അദ്ദേഹം എല്ലാ ദിവസവുമുള്ള പരിശീലനത്തിൽ ശ്രദ്ധിച്ചു. തോമസ് എഡിസൺ 1000-ലധികം തവണ പരാജയപ്പെട്ടിട്ടും ഓരോ പരാജയത്തെയും പഠിക്കാനുള്ള അവസരമായി കണ്ടു. പ്രക്രിയ സ്വീകരിക്കുമ്പോൾ വിജയം താനെ നിങ്ങളിലേക്ക് വരും. അധ്യായം 4. ക്ഷമയും സ്ഥിരോത്സാഹവും വളർത്തിയെടുക്കുക. ഏതൊരു മേഖലയിലും വിജയവും വൈദഗ്ധ്യവും നേടണമെങ്കിൽ ക്ഷമ, സ്ഥിരോത്സാഹം എന്നീ 2 ഗുണങ്ങൾ സ്വീകരിക്കണം. ഇവ രണ്ടും നിങ്ങളുടെ ആത്മനിയന്ത്രണത്തെ ശക്തിപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള കരുത്ത് നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പെട്ടെന്ന് ഫലം വേണം. എന്നാൽ യഥാർത്ഥ വിജയങ്ങൾക്ക് സമയം, ക്ഷമ, നിരന്തര പ്രയത്നം എന്നിവ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ക്ഷമ വൈദഗ്ധ്യത്തിന്റെ അടിത്തറയാകുന്നത്? മഹാനായൊരു വ്യക്തി തന്റെ മേഖലയിൽ എങ്ങനെ വൈദഗ്ധ്യം നേടുന്നു? അവർ നിരന്തരം പരിശീലിക്കുന്നു, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ക്ഷമ നിലനിർത്തുന്നു. വലിയ വിജയത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. ലിയോനാർഡോ ഡാവിഞ്ചിക്ക് മൊണാലിസ പൂർത്തിയാക്കാൻ 4 വർഷമെടുത്തു. ഉസൈൻ ബോൾട്ടിന് 9 സെക്കൻഡ് ഓട്ടം ജയിക്കാൻ 10 വർഷത്തെ കഠിനാധ്വാനം വേണ്ടിവന്നു. സമ്മർദ്ദമില്ലാതെ എങ്ങനെ അച്ചടക്കം നിലനിർത്താം? ചെറിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, പ്രക്രിയ ആസ്വദിക്കുക, മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക, സ്വയം പാരിതോഷികങ്ങൾ നൽകുക. ഒരു ലളിതമായ നിയമം ഓർക്കുക: ഓരോ ദിവസവും 1% മെച്ചപ്പെടുക. നിരാശ ഒഴിവാക്കാനുള്ള 5 തന്ത്രങ്ങൾ. 1. ഇതൊരു നീണ്ട യാത്രയാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. 2. വിജയം പതുക്കെ വരുന്നതാണെന്ന് മനസ്സിലാക്കുക. 3. നിങ്ങളുടെ ചെറിയ പുരോഗതികൾ കുറിച്ചുവെക്കുക. 4. പരാജയങ്ങളെ പഠിക്കാനുള്ള അവസരങ്ങളായി കാണുക. 5. ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കുക. അധ്യായം 5. അചഞ്ചലമായ ഏകാഗ്രതയ്ക്കായി മനസ്സിനെ പരിശീലിപ്പിക്കുക. ഇന്ന് നമ്മുടെ ശ്രദ്ധ ഓരോ സെക്കൻഡിലും പലയിടങ്ങളിലേക്ക് മാറുന്നു. ആഴത്തിലുള്ള ഏകാഗ്രതയും മാനസിക ദൃഢതയും നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ മനസ്സിനെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചാൽ നിങ്ങൾക്ക് അസാധാരണമായ വിജയം നേടാൻ കഴിയും. ബോധപൂർവമുള്ള പരിശീലനം എങ്ങനെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു? നിങ്ങളൊരു കാര്യത്തിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ശക്തവും അച്ചടക്കമുള്ളതുമാകുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. തെറ്റുകൾ കുറയുന്നു. ഉദാഹരണത്തിന്, ഗിറ്റാർ വായിക്കാൻ വെറുതെ വിരലുകൾ ചലിപ്പിക്കുന്നതിനു പകരം ഓരോ സ്വരവും ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ വേഗത്തിൽ പഠിക്കാൻ സാധിക്കും. എണ്ണത്തേക്കാൾ ഗുണനിലവാരത്തിൽ ശ്രദ്ധിക്കുക. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള 5 എളുപ്പവഴികൾ. 1. ഡിജിറ്റൽ ഉപവാസം ചെയ്യുക. 2. ചിന്തകളെ കടലാസിലെഴുതുക. 3. ജോലി ചെയ്യാൻ 25 മിനിറ്റും വിശ്രമിക്കാൻ 5 മിനിറ്റും എന്ന രീതി ഉപയോഗിക്കുക. 4. ധ്യാനം പരിശീലിക്കുക. 5. ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. അധ്യായം 6. പ്രതിരോധങ്ങളെയും അലസതയെയും മറികടക്കുക. ഒരു പുതിയ ലക്ഷ്യം വയ്ക്കുമ്പോൾ തുടക്കത്തിലെ ആവേശത്തിനു ശേഷം നമ്മളത് നീട്ടിവെക്കാൻ തുടങ്ങുന്നുവെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതാണ് പ്രതിരോധം. ഇത് നമ്മുടെ പൂർണ്ണശേഷിയിലെത്തുന്നത് തടയുന്ന മാനസിക തടസ്സമാണ്. പരാജയപ്പെടുമോ എന്ന ഭയം, എല്ലാം പൂർണ്ണമായിരിക്കണമെന്ന ചിന്ത, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുള്ള പ്രവണത, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയാണ് ഇതിന് കാരണം. ഈ മാനസിക തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞാൽ അവയെ തകർക്കാനും അലസത ഒഴിവാക്കാനും സാധിക്കും. അധ്യായം 7. ഏതൊരു നൈപുണ്യത്തിലും വെല്ലുവിളിയിലും പ്രാവീണ്യം നേടുക. നമ്മളൊരു ജോലി തുടങ്ങുമ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്.
എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കറിയാം, വിജയം ഒരു വലിയ ചുവടുവെപ്പിൽ നിന്നല്ല, മറിച്ച് ചെറിയ ചുവടുവെപ്പുകളുടെ തുടർച്ചയായ അധ്വാനത്തിൽ നിന്നാണെന്ന്. വലിയ ലക്ഷ്യങ്ങൾ തനിയെ കൈവരിക്കപ്പെടും. ഏത് കഴിവും വികസിപ്പിക്കാൻ ഒരു വളർച്ചാ മാനസികാവസ്ഥ അനിവാര്യമാണ്. പരാജയങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കുക. അധ്യായം 8. സ്ഥിരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും മാനസികാവസ്ഥ കെട്ടിപ്പടുക്കുക. വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ചെറിയ കാര്യങ്ങളുടെ നിരന്തര പരിശീലനം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കറിയാം. വലിയ വിജയങ്ങൾക്ക് പിന്നിൽ തുടർച്ചയായ ശീലങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ മനസ്സിലാക്കാൻ സ്വയം അവബോധം സഹായിക്കുന്നു. ആത്മവിശ്വാസവും പ്രചോദനവും വ്യക്തിപരമായ വികാസത്തിന്റെ ഫലമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കെത്താൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പുസ്തകം നമ്മെ പഠിപ്പിച്ചത് പരിശീലനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു ഫലം നേടുക എന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ഓരോ നിമിഷത്തിലും പൂർണ്ണമായി മുഴുകുകയും ചെയ്യുക എന്നതാണ്. ക്ഷമ, അച്ചടക്കം, നിരന്തര പരിശീലനം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കുക മാത്രമല്ല, മാനസിക സമാധാനവും സന്തുലിതാവസ്ഥയും കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ പ്രചോദനാത്മകമായ പുസ്തകങ്ങളുടെ സംഗ്രഹങ്ങൾ നിങ്ങളിലേക്കെത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.